ആസനത്തിൻ്റെ അടിയിൽ നമ്മുടെ CNG ടാങ്ക് വരുന്നതുകൊണ്ട് ഒരുപാട് പേരുടെ ഇപ്പോഴത്തെ പേടി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടി പൊട്ടിത്തെറിക്കുമോ എന്നുള്ളതാണ്. അവിടെ മുതൽ കുറേ പിള്ളേരെയൊക്കെ നിരത്തി പിടിച്ച് ഫാമിലിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സൂപ്പർ വണ്ടിയാണ് ഇത്. ഒരേ സമയം പെട്രോളിലും അതുപോലെ തന്നെ CNGയിലും വർക്കാവുന്ന ഒരു എഞ്ചിനാണിത്. 2 kg CNG 2 ലിറ്റർ പെട്രോളിൽ ഈ ഒരു വണ്ടി ടോട്ടൽ ഒരു 350 കിലോമീറ്റർ റേഞ്ചിൽ ഒരു വണ്ടി ഓടും. 1,00,000 ഇത് പെട്രോളും ഗ്യാസും ലോകത്തിലെ ആദ്യത്തെ ഗ്യാസ് ഉപയോഗിച്ച് ഓടുന്ന ബൈക്ക്. അത് എങ്ങനെയുണ്ട്? കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഇപ്പോൾ പെട്രോളില്ലേ ഗ്യാസ്, ഗ്യാസ് ഇല്ലേ പെട്രോള്. അത് നല്ലൊരു ആശയല്ലേ? ഇതിപ്പോൾ ബജാജിൻ്റെ പുതിയ വണ്ടിയാണ്. ക്യാമറ മറ്റേ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ആയിട്ട് വരും. ശരി ഈശ്വര, എവിടെയാണ് വണ്ടിയുടെ ടെസ്റ്റ് നടക്കണേന്ന് തോന്നിയോ? അപ്പോൾ നമ്മുടെ റിവ്യൂ പ്രോസസ്സ് എന്തായാലും ഈ ഭാഗത്ത് നടക്കില്ല, നമുക്ക് അപ്പുറം സൈഡിലോട്ട് പോകേണ്ടി വരും. ഇവിടെ ഫുള്ള് ടെസ്റ്റ്, ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ എന്ന് വന്നു കഴിഞ്ഞാലും ഡ്രൈവിംഗ് ടെസ്റ്റ് ആണല്ലോ. എനിക്കറിയാലോ, നീ ഇല്ലാതെ എനിക്ക് എന്താ ആഘോഷം. ലോകത്തിലെ ആദ്യത്തെ CNG മോട്ടോർ സൈക്കിളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ബജാജ് ഫ്രീഡം CNG എന്ന് പറഞ്ഞ ഈ ഒരു മോട്ടോർ സൈക്കിൾ. അതുപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ ഹൈബ്രിഡ് ബൈക്കും കൂടിയാണ്. ഒരു ലുക്ക് അപ്പിയറൻസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നവിയുടെ ഒരു കട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ എനിക്ക് ഒരു വണ്ടി ലോഞ്ച് ചെയ്ത സമയത്ത് ഫസ്റ്റ് തോന്നിയ ഒരു മോട്ടോർ സൈക്കിൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുസ്ക്വറിനെയാണ്. അത് എത്ര പേർക്ക് അങ്ങനെ തോന്നിയിരുന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. എനിക്ക് എവിടെ കൊണ്ടൊക്കെയോ നോക്കുമ്പോൾ ഹോണ്ട നവീനേക്കാളും എനിക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഹുസ്ക്വറിന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മോട്ടോർ സൈക്കിളായിട്ടാണ്. കാരണം നിങ്ങൾക്ക് ഈ ഒരു സൈഡ് ഭാഗങ്ങൾ നോക്കുമ്പോഴായാലും മെയിനായിട്ട് നമുക്കത് ഫീൽ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെലി ഫ്രെയിം വണ്ടിയിൽ വന്നിരിക്കുന്നതുകൊണ്ടാണ്. ക്യാബ്രയിലെ ഈ ഒരു ടെയിൽ സെക്ഷനൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതൊക്കെയോ നമ്മുടെ ഹുസ്ക്വറിനയുടെ ഒരു കട്ട് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട്. മെയിനായിട്ടും ഈ ഒരു കളർ സ്കീം എൻ്റെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ടായിരിക്കണം ഹുസ്ക്വറിനയുടെ ഒരു ടച്ചും അല്ലെങ്കിൽ ഒരു ഹുസ്ക്വറിനയുടെ ഫീലും കാര്യങ്ങളൊക്കെ തോന്നുന്നത്. എത്രത്തോളം ആളുകൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ഫോട്ടോസിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹോണ്ട നവിയൊക്കെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു മോട്ടോർ സൈക്കിളും ഫോട്ടോസിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. അങ്ങനെയല്ല, നേരിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട് ഒരു മോട്ടോർ സൈക്കിൾ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പ്രീമിയം ഫീലാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ. 3 വേരിയൻസ് വരുന്നുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്നത് ടോപ്പ് വേരിയന്റ് ആണ്. അപ്പോഴാണ് ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ ഒരു LED ഹെഡ് ലാമ്പ് എന്ന് പറയുന്നത്. ഡിസ്ക് ബ്രേക്സ് ആയിരിക്കും ടോപ്പ് വേരിയന്റിൽ വരുന്നത്. മറ്റു 2 വേരിയന്റിന്റെ വ്യത്യാസം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് വേരിയന്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 1,10,000 ആണ്. എക്സ്ഷോറൂം ആണ് ഞാൻ പറയുന്നത്. തൊട്ട് താഴെയുള്ള വേരിയന്റിന് 1,05,000 ആണ്. ഞാൻ കറക്റ്റ് ആയിട്ടുള്ളത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ വരുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ടാവും, പക്ഷേ LED ഹെഡ് ലാംപ്സ് ഉണ്ടാവില്ല. ഏറ്റവും ബേസ് വേരിയന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രം ബ്രേക്ക് ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ LED ഹെഡ് ലാംപ്സ് വണ്ടിയിൽ ഉണ്ടാവില്ല. ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. UST കവർ പോലെ ഈ ഒരു ഡിസൈനിന്റെ ഭാഗമായിട്ട് ഒരു UST കവറിങ്ങോട് കൂടി കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡിസൈനിന്റെ ഭാഗമായിട്ട് ആ ഒരു UST ഫോക്സ് കവർ ചെയ്യാനായിട്ട് ഒരു ഷീൽഡ് പോലെ കൊടുത്തത് എനിക്ക് എന്തുകൊണ്ടും വളരെയായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഡിസൈനിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ ചെറിയ ചെറിയ ഡിസൈൻ പാറ്റേൺസും അതിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള ഓരോരോ പീസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ എന്തുകൊണ്ടും ആ ഒരു ടെലിസ്കോപ്പിങ്ങിന് ഒരു പ്രൊട്ടക്ഷൻ പോലെ അവിടെ ഡിസൈൻ ചെയ്തത് എന്തായാലും നല്ല രസമുണ്ട്. ഇടത്തിൻ്റെ ഈയിലാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ആ ഒരു ഡിസൈനും കൂടി ആ ഒരു കളർ കോമ്പിനേഷനോട് വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. യൂണീക്കായിട്ടുള്ളൊരു ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് LED ഒന്നും അല്ല വരുന്നത്, ചെറിയൊരു ക്രോസ് ബാറും കൊടുത്തിട്ടുണ്ട്. വളരെ ചെറിയൊരു ഹാൻഡിൽ ബാറാണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. ടെലി ഫ്രെയിം നിങ്ങൾ ഏതൊക്കെ മോട്ടോർ സൈക്കിൾ കണ്ടിട്ടുണ്ട്? കുറച്ച് പ്രീമിയം ആയിട്ടുള്ള വണ്ടികളിൽ കുറച്ചുകൂടി വില വരുന്ന വണ്ടികൾക്കാണ് കൂടുതലും ഒരു ടെലി ഫ്രെയിം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ലുക്കിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് കൊടുത്തതല്ല, ഒരു സേഫ്റ്റിയുടെ ഭാഗം കൂടി ആയിട്ട് കൊടുത്തതാണ്. ഡിസൈനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നേരിട്ട് കാണുമ്പോൾ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഇതിൽ കൊടുത്തിരിക്കുന്ന 125cc ഹൈബ്രിഡ് എഞ്ചിനാണ്. ഈ ഒരു എഞ്ചിൻ നിങ്ങൾ മുന്നേ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല, കാരണം ഈ ഒരു എഞ്ചിൻ ഇവിടെ മാത്രമേ ഉള്ളൂ. ഇത് ഒരേ സമയം പെട്രോളിലും അതുപോലെ തന്നെ CNGയിലും വർക്കാവുന്ന ഒരു എഞ്ചിനാണിത്. കംപ്ലീറ്റ്ലി ഒരു CNG മോട്ടോർ സൈക്കിളായിട്ടാണ് ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഫെയിലിയർ ആയനെ, അല്ലെങ്കിൽ ഫെയിലിയർ ആയനെന്നല്ല, എനിക്കും അത്രത്തോളം ഒരു ഇംപ്രഷൻ വരാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CNGയുടെ ഒപ്പം ഒരു 2 ലിറ്റർ പെട്രോൾ ടാങ്ക് കപ്പാസിറ്റി കൂടി കൊടുത്തുകൊണ്ട് ഈ ഒരു വണ്ടി വഴി കിടക്കില്ല എന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായിട്ടും പറയാം. ഒന്നില്ലെങ്കിൽ ഒന്ന് നമുക്കതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. എനിക്ക് ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ റാലിയുടെ സീറ്റിനോട് ഒരുപാട് സിമിലർ ആയിട്ടുള്ള സീറ്റാണ്. കാരണം ഇങ്ങനെ ഒരു സീറ്റ് നിങ്ങൾ ഇതുവരെയും ഒരു മോട്ടോർ സൈക്കിളിൻ്റെയും സ്റ്റോക്ക് സീറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ എക്സ്പൾസ് റാലിയുടെ ഒരു സീറ്റായിരിക്കും. ഇത് ഇത്ര വണ്ടിയുടെ ഒരു 95% വണ്ടിയിൽ സീറ്റാണുള്ളത്. അതാണ് ഈ ഒരു സീറ്റ് ഇങ്ങനെ ഒരു ഡിസൈൻ വരാനുള്ളൊരു കാരണം എന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. കെയറോ ആയിട്ടുള്ളൊരു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. നമുക്ക് ഇരിക്കുമ്പോൾ ഒരു റൈഡിംഗ് പൊസിഷനിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. വളരെ സ്ട്രൈറ്റ് ആയിട്ടാണ് വണ്ടി ഓടിക്കാൻ പറ്റുന്നത്. രസകരമായിട്ടുള്ളൊരു കാര്യമാണത്. ടെയിൽ സെക്ഷനിലോട്ട് വരാം. അതിന് മുമ്പ് എക്സോസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് വണ്ടിയുടെ എക്സോസ്റ്റ്. ഇതിൻ്റെ സൗണ്ട് ഞാൻ കയ്യോടെ കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ ചിലപ്പോൾ ഒരു വീഡിയോയിൽ അത് കാണിക്കാനായിട്ട് വിട്ടുപോകും.
ഇതാണ് വണ്ടിയുടെ ഒരു എക്സോസ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു വണ്ടിക്ക് കിൽ സ്വിച്ച് കാര്യങ്ങളൊന്നും വരുന്നില്ല, നമ്മൾ കീയിൽ തന്നെയാണ് വണ്ടി ഓഫ് ചെയ്യുന്നത്. എക്സോസ്റ്റ് നോട്ടും എഞ്ചിൻ സൗണ്ടൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ബജാജിൻ്റെ മോട്ടോർ സൈക്കിളായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാം. എനിക്ക് ബജാജിൻ്റെ CT ആയിട്ട് ചെറിയൊരു കണക്ഷൻ തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു മോട്ടോർ സൈക്കിളായിട്ട് ഒരു കണക്ഷൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. സീറ്റിൻ്റെ അടിയിൽ എന്താണെന്നുള്ളത് നിങ്ങൾ കാണിച്ചു തരാം. അതിന് മുന്നേ വണ്ടിയുടെ ടെയിൽ സെക്ഷനും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടെയിൽ സെക്ഷനാണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. ഡിസ്ക് ബ്രേക്ക് അല്ല, ഡ്രം ബ്രേക്സ് ആണ് വരുന്നത്. ഇതാണ് വണ്ടിയുടെ ഒരു സിഗ്നാം കാര്യങ്ങളൊക്കെ വരുന്നത്. വണ്ടിയുടെ സീറ്റ് ജസ്റ്റ് ഒന്ന് അഴിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയാണ് ഈ വണ്ടിയുടെ ഒരു സീറ്റ് ഓപ്പണിങ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിരിക്കുക. സിമ്പിളായിട്ട് ഈ സീറ്റിങ് ഊരിയിടുക. ഇവിടെയാണ് നമ്മുടെ വണ്ടിയുടെ CNG ടാങ്ക് വരുന്നത്. അപ്പോൾ ഈ ടാങ്ക് എവിടെയാണെന്നുള്ള കാര്യം കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഇവിടെയാണ് വണ്ടിയുടെ ഒരു CNG ടാങ്ക് വരുന്നത്. പിന്നെ ഇവിടെ ടേപ്പൊക്കെ ഒട്ടിച്ചൊരു പേപ്പർ വെച്ചിട്ടുണ്ട്, ടാങ്കിൻ്റെ സർട്ടിഫിക്കേഷൻ ആണെന്ന് കരുതുന്നു. ഇവിടെയായിട്ടാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. ഇവിടെയായിട്ടാണ് ഇതിൻ്റെ CNG ടാങ്ക് വരുന്നത്. CNG വരുമ്പോൾ നമ്മൾ kg കണക്കിലാണ് വരുന്നത്. സോ ഒരു 2 kg കപ്പാസിറ്റി ഉള്ളൊരു ടാങ്ക് കാര്യങ്ങളാണ് കൊടുക്കുന്നത്. പിന്നെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഈ ഒരു ടാങ്ക് നമുക്ക് ഇത്ര വർഷം കൂടുമ്പോൾ അത് ചെക്കിങ്ങിനൊക്കെ ആയിട്ട് നമ്മൾ അഴിച്ചെടുക്കേണ്ടി വരും. സോ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ രീതിയിലാണ് ഈ ഒരു ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ടെലിഫ്രെയിമിൻ്റെ ഉള്ളിൽ വളരെ സെക്യൂർ ആയിട്ടാണ് ഈ ഒരു ടാങ്ക് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്കിത് അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കാനും വളരെ സിമ്പിളാണ്. ജസ്റ്റ് കയറ്റി വയ്ക്കുക, ഒരു പ്രസ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ അടയ്ക്കാനായിട്ട് പറ്റും. ആസനത്തിൻ്റെ അടിയിൽ നമ്മുടെ CNG ടാങ്ക് വരുന്നതുകൊണ്ട് ഒരുപാട് പേരുടെ ഇപ്പോഴത്തെ പേടി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടി പൊട്ടിത്തെറിക്കുമോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ ഒരു ടാങ്ക് പൊട്ടിത്തെറിക്കുമോ എന്നുള്ളതാണ് ഒരുപാട് പേരുടെ പേടി. CNG ടാങ്ക് പൊട്ടിത്തെറിക്കത്തില്ല, അല്ലെങ്കിൽ ഒരു ലീക്കേജ് ഉണ്ടാവില്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബജാജ് ഒരുപാടധികം ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷമാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാടധികം എന്ന് പറഞ്ഞാൽ ഒരുപാടധികം ഹാർഡായിട്ടുള്ള ടെസ്റ്റുകൾ ഒരു വരെ ഈ ഒരു വണ്ടിയുടെ മേളിലൂടെ കയറ്റി അത് അവർ പ്രൂവ് ചെയ്തിട്ടാണ്. ഒരു വണ്ടിയുടെ ലോഞ്ചിങ് സെറിമണി വാച്ച് ചെയ്ത ആളുകൾക്ക് മനസ്സിലാവും. അതിൽ ഒരു വണ്ടിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. സോ ഞാൻ അതിലൊരു വീഡിയോ ഇവിടെ ആഡ് ചെയ്തേക്കാം. സേഫ് ആണ് എന്നുള്ള രീതിയിലുള്ളൊരു സർട്ടിഫിക്കറ്റും ഈ ഒരു വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. CNG എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുപാട് വർഷങ്ങളായിട്ടുള്ളതാണ്. നമ്മുടെ ബജാജിൻ്റെ CNG ഓട്ടോസൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവരത് പ്രൂവൺ ചെയ്തൊരു കാര്യമാണ്. പെട്രോളിൽ നമ്മൾ ഈ ഒരു വണ്ടി തരുന്ന മൈലേജ് എന്ന് പറയുന്നത് 65ഒക്കെയാണ് കമ്പനി പറയുന്നത്. 85ഒക്കെ കിട്ടിയ ഓണേഴ്സ് ഉണ്ട് എന്ന് ഞാൻ ഇപ്പോൾ എത്രത്തോളമാണെന്ന് എനിക്കറിയില്ല. ഈ വണ്ടിയുടെ ടോട്ടൽ ടാങ്ക് റേഞ്ച് എന്ന് പറയുന്നത് 2 kg CNG 2 ലിറ്റർ പെട്രോളിൽ ഈ ഒരു വണ്ടി ടോട്ടൽ ഒരു 350 കിലോമീറ്റർ റേഞ്ചിൽ ഒരു വണ്ടി ഓടും. അത് മതി നമുക്ക്. കാരണം ഫ്യൂവലിലായാലും നല്ല എക്കോണമി ഉണ്ട്, CNGയിലായാലും നല്ല എക്കോണമി ഉണ്ട്. എഫിഷ്യൻ്റ് ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വളരെ നല്ലൊരു മോട്ടോർ സൈക്കിളാണ് ഈ ഒരു വണ്ടി. മെയിനായിട്ട് ഇനി ആര് ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫാമിലി പേഴ്സണോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു വണ്ടിയൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു കാർ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു മോട്ടോർ സൈക്കിൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇഷ്ടം പോലെ സീറ്റിൻ്റെ കിടക്കുന്നുണ്ട്. അരി, പച്ചക്കറി സാധനങ്ങൾ, അതുപോലെ തന്നെ അങ്ങനെയുള്ള സഞ്ചി സാധനങ്ങൾ, അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങൾ നമുക്ക് ഈ ഒരു വണ്ടിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ എനിക്ക് ഈ ഒരു വണ്ടി ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ആളുകളെക്കാളും യൂസ്ഫുൾ ആവുന്നത്, അല്ലെങ്കിൽ തരംഗമാകാൻ പോകുന്നത് തമിഴ്നാട് ആ ഒരു ഏരിയയിലൊക്കെ ആയിരിക്കും. കാറി പോകുന്ന ആൾക്കാരും കൂടുതൽ ആളുകൾ അവർ ഹെവി ഡ്യൂട്ടിയിലും അതുപോലെ അവരവരുടെ ചെറിയ ചെറിയ മോട്ടോർ സൈക്കിളൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്ന കാണാൻ പറ്റും. അത് ഇവിടെ മുതൽ കുറേ പിള്ളേരെയൊക്കെ നടത്തി പിടിച്ച് ഫാമിലി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സൂപ്പർ വണ്ടിയാണ്. പക്ഷേ നാട്ടിൽ നമുക്ക് ലീഗലായിട്ട് 2 പേർക്കാണ് ഒരു മോട്ടോർ സൈക്കിൾ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു പലചരക്ക് കടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾക്കാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് കുറേ സാധനങ്ങൾ വയ്ക്കുമോ, ഇല്ലെങ്കിൽ വൈഫും ഹസ്ബൻഡും ആയിട്ട് പോകുന്ന 2 പേർക്ക് ഫ്രണ്ടിലോ ബാക്കിലൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ സാധനങ്ങൾ വയ്ക്കാനോ, അല്ലെങ്കിൽ നടുക്കൊരു ചെറിയ ഒരു ട്രോഫീനെ വയ്ക്കാനുള്ളൊരു സ്പേസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ എന്തായാലും ഉണ്ട്. ലോഗോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലോഗോ എന്താണെന്ന് മനസ്സിലായവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഫ്രീഡം മോട്ടോർ സൈക്കിൾ നമുക്ക് തന്നിരിക്കുന്നത് കോതമംഗലത്തുള്ള റോയൽ ബജാജാണ്. ഇപ്പോൾ ഓണത്തിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഓണത്തിൻ്റെ ഒരു ടൈമിൽ വണ്ടി ബുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നിരിക്കട്ടെ, സെപ്റ്റംബറിൽ അവിടുന്ന് വണ്ടി ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വണ്ടി എടുക്കുന്ന ആളുകൾക്ക് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളതും ഓഫറും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ലിഡ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. എനിക്ക് ഈ ഒരു സംഭവത്തിന് ക്വാളിറ്റി കുറച്ച് കുറവുള്ളതായിട്ട് തോന്നി. പക്ഷെ കുറച്ചും കൂടി ഒരു കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ക്യാപ്പിന് കുറച്ചും കൂടി വെയിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ക്വാളിറ്റി കുറവുള്ളൊരു അടപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യില്ല. കുറച്ചും കൂടി ഒരു വെയിറ്റും അല്ലെങ്കിൽ ഒരു ലോക്ക് കുറച്ചും കൂടി അടുത്താണെങ്കിൽ ഈ ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യില്ല, ഈ ഒരു ഇളക്കം നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഇവിടെ CNG നിറയ്ക്കാം, ഇവിടെ പെട്രോൾ നിറയ്ക്കാം, അങ്ങനെ 2 ഓപ്ഷനാണ്. പിന്നെ ഈ ഒരു വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി ഞാൻ പറഞ്ഞു അതിന് തന്നെ 2 ലിറ്ററാണ് പെട്രോൾ ടാങ്ക് കപ്പാസിറ്റി. കുറഞ്ഞു പോയ കാര്യം എനിക്ക് ഫീൽ ചെയ്യുന്നത്, കാരണം വണ്ടിയിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു 3 ലിറ്റർ കൊടുക്കുവായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റിൽ കുറച്ചും കൂടി ഡിസൈനിലൊക്കെ കുറച്ചും കൂടി ചേഞ്ചൊക്കെ വരുത്തി ഒരു 3 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു കാര്യമായിരുന്നു. ഞങ്ങളൊക്കെ വേണമെങ്കിൽ ഇച്ചിരിയും കൂടി ഒന്ന് വലിപ്പം വെപ്പിച്ചിട്ട് ഒരു 3 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരുന്നു. നമുക്ക് കുറച്ചും കൂടി ഒരു ടാങ്ക് റേഞ്ച് കിട്ടിയേനെ.
ഇലക്ട്രിക് യുഗം മാത്രം ഇനി എന്നുള്ള സമയത്ത് CNG മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്ന് എന്തുകൊണ്ടും അടിപൊളിയാണ്. ഇനി ഒരുപാട് CNG വണ്ടികൾ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇലക്ട്രിക്കിനേക്കാളും കുറച്ചുകൂടി നല്ല എന്തായാലും CNG തന്നെ. കാരണം ഒന്നുമില്ല, എക്സോസ്റ്റ് എങ്കിലും ഉണ്ട്, നല്ല സൗണ്ട് എങ്കിലും ഉണ്ട്. ആ വണ്ടി അത്യാവശ്യം ഓടിച്ചു. പെട്രോളിലാണ് ഓടിച്ചത്. ഇച്ചിരി ദൂരം CNGയിലും. മീറ്റർ കൺസോൾ ഇവിടെ നമുക്ക് മോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. റൈഡ് മോഡൊന്നുമല്ല, വാണിങ്സ്, ക്ലോക്ക്, ബ്ലൂടൂത്ത് അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്ന സംഭവങ്ങളാണ്. പൊസിഷൻ ഇൻഡിക്കേറ്റർ, സ്പീഡോമീറ്റർ, പിന്നെ ഇവിടെ ബ്ലൂടൂത്ത് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ബ്ലൂടൂത്ത് കൊടുത്തിട്ടുണ്ട് വണ്ടിയിൽ. പിന്നെ ഇത് CNGയുടെ ലോഗോ, പെട്രോളിൻ്റെ ലോഗോ, അങ്ങനെ കുറച്ച് വാണിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ കിൽ സ്വിച്ച് ഇല്ല. ഇവിടെയാണ് വണ്ടിയുടെ സെൽഫ് വരുന്നത്. ഇവിടെ വണ്ടിയുടെ ഒരു പാസ് ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ ആയിട്ടൊരു ചാർജിങ് കൂടി കൊടുത്തിട്ടുണ്ട്. എല്ലാം ബജാജ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ ഇതേ ഇവിടെയാണ് വണ്ടി CNG അതുപോലെ തന്നെ പെട്രോളിലോട്ട് കൺവേർട്ട് ആവുന്ന ഒരു സ്വിച്ച് ഇതാണ്. ഇനി സീറ്റ് ഹൈറ്റിനോട്ട് പറയുകയാണെങ്കിൽ ഒരു 100 mm മേലെയാണ് സീറ്റ് ഹൈറ്റ്. ഞാൻ കറക്റ്റായിട്ടുള്ളത് മെൻഷൻ ചെയ്തേക്കാം. കുറച്ച് ഹൈറ്റ് ഉണ്ട്, പക്ഷേ അതുപോലെ തന്നെ വണ്ടിക്ക് കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ. കുറച്ച് വെയിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയൊരു വെയിറ്റാണ്. പക്ഷെ നമ്മൾ പുറത്തു നോക്കുമ്പോൾ വളരെ ചെറിയ മോട്ടോർ സൈക്കിളാണെങ്കിലും ഒരു 140 kg വെയിറ്റ് നമുക്ക് വണ്ടിക്ക് വരുന്നുണ്ട്. വളരെ സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് ഓടിക്കാൻ പറ്റിയൊരു മോട്ടോർ സൈക്കിളാണ്. ഇത്ര ഉള്ളൂ. ഇതിൻ്റെ ഹാൻഡിൽ ബാറും അല്ലെങ്കിൽ ഒരു ഡൈമെൻഷൻസ് ഒക്കെ പറയുന്നത് വളരെ ചെറുതാണ്. ഇനി നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് ഇച്ചിരി ദൂരം ഒന്ന് ഓടിച്ചു നോക്കാം. ഇപ്പോൾ വണ്ടി CNGയിലാണ്. അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ചെറിയൊരു ലാഗ് ഉണ്ട്, ഒരു ത്രോട്ടിൽ റെസ്പോൺസിന് ചെറിയൊരു കുറവുണ്ട്. അത് CNGയുടെ അളവും അല്ലെങ്കിൽ പെട്രോളിൻ്റെ അളവും കുറച്ച് കുറവായതിൻ്റെ ആ ഒരു ലാഗ് കാര്യങ്ങളൊക്കെയാണ്. ആ ത്രോട്ടിലെ ചെറിയൊരു റെസ്പോൺസിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. വളരെ ചെറിയൊരു നോർമൽ ഒരു വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ. കാരണം ഒരു 125 cc ആണ്. അതിൻ്റേതായ ചെറിയ രീതിയിലുള്ള പവറും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വണ്ടി ഭയങ്കരമായിട്ട് റൈഡ് ചെയ്തിട്ട് ഓടിച്ച് റിവ്യൂ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. മാത്രമല്ല ഓടിച്ചതിന് ശേഷം എനിക്ക് വലിയ പോരായ്മകൾ പറയാനായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് റൈഡ് റിവ്യൂ ഞാൻ ഭയങ്കരമായിട്ട് ഉൾപ്പെടുത്താത്തത്. എന്തായാലും ക്യാമറയ്ക്ക് കുറച്ച് ചാർജും കൂടി ഉണ്ട്. ലാസ്റ്റ് ചെറിയൊരു ആയിട്ടുള്ളൊരു റൈഡിങ് കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതുകൊണ്ട് ഈ ഒരു മോട്ടോർ സൈക്കിൾ ചൂസ് ചെയ്യണമെന്നും ഹാരി മോട്ടോർ സൈക്കിൾ ചൂസ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. സിറ്റിയിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് കോമ്പാക്റ്റബിൾ ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വണ്ടിയാണ്. ഇപ്പോൾ ഓഫീസിൽ പോകുന്ന ആളുകളൊക്കെ ആണെങ്കിലും ഇക്കോണമിക്കലായിട്ട് നിങ്ങൾക്ക് ഒരു വണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഒരു ചെറിയൊരു ഫാമിലിയിലോട്ട് ഒരു ബാക്കപ്പ് വെഹിക്കിളായിട്ടോ ഇലക്ട്രിക് വണ്ടിയൊക്കെ ചൂസ് ചെയ്യുന്നതിൽ കുറച്ചുകൂടി നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന മോട്ടോർ സൈക്കിളാണ്. ഇനി അതിൻ്റെ ആഫ്റ്റർ സെയിൽസ് ആൻഡ് സർവീസസും കാര്യങ്ങളൊക്കെ എങ്ങനെ വരും എന്നുള്ളത് ഓണേഴ്സിൻ്റെ ഒരു റിവ്യൂ പോലെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ.